അന്നുണ്ടായ ഒരു ഭൂകമ്പം ഒരു പട്ടണത്തെ ഇല്ലാതാക്കി. ആ പോർട്ട്, റോയൽ പോർട്ട് സിറ്റി, ആ പട്ടണത്തിലെ ദുഷ്ടരായ ജനങ്ങൾ ചെയ്യുന്നതായ പാപപ്രവൃത്തികൾ കാരണം ദൈവം കോപിച്ച സമയത്ത് ദൈവത്തിൻ്റെ കോപം അവരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ താമസിച്ച ആ ഐലൻഡ് ഇല്ലാതെയായി. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന ഈ വലിയ ഭൂകമ്പം വലിയൊരു അത്ഭുതത്തെ ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പ്രാർത്ഥന കൊണ്ടായിരുന്നു. അവർ ഒരു വശത്ത് പ്രാർത്ഥിക്കുന്നു, മറുവശത്ത് കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതായത് പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അത് സാധിക്കുമോ? ശരീരം മുഴുവൻ മുറിവുകൾ, കീറിമുറിച്ചിരിക്കുന്നു, കൈകളിലും കാലുകളിലും മുറുക്കിയിരിക്കുന്നതായ ചങ്ങലകൾ. ആഹാരം കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായിരിക്കാം, വിശന്ന് വലയുന്നതായ ഒരു സമയമായിരിക്കാം. വളരെ ക്രൂരമായി അവരെ അവിടെയുള്ള ആളുകൾ ഉപദ്രവിക്കാനിടയായി. കാരാഗൃഹത്തിലടച്ചു. അവരുടെ മനസ്സ് വളരെ വിഷമിക്കുന്ന സമയത്ത് പാടുകയും പ്രാർത്ഥിക്കുകയും എന്നത് സാധ്യമാണോ? അതവർക്ക് സാധിച്ചു. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 26 വാക്യം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പോയി അവർ പാട്ടുപാടി. അവരെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവും തന്നോടൊപ്പമുള്ള ശിഷ്യന്മാരും. വ്യാഴാഴ്ച വൈകുന്നേരം അവർ പാട്ടുപാടി. വെള്ളിയാഴ്ച കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പാപപരിഹാര യാഗമായി അർപ്പിക്കപ്പെടുന്നു. അതിനു മുമ്പുള്ള വ്യാഴാഴ്ച രാത്രി കർത്താവിനെ വളരെ ഭയങ്കരമായി അവർ ഉപദ്രവിക്കുകയാണ്, മാരകമായി ഉപദ്രവിക്കാൻ പോകുന്നു. ഇതെല്ലാം യേശുക്രിസ്തുവിന് അറിയാം. എങ്കിലും പാട്ട് പാടുകയാണ്. എങ്കിലും ദൈവത്തെ പാടി പുകഴ്ത്തി. കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിനറിയാം താൻ അനുഭവിക്കുന്ന കഷ്ടതയിൽ കൂടി നമ്മൾ രക്ഷിക്കപ്പെടാൻ പോകുന്നുവെന്ന്. അവൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപങ്ങളും കഴുകപ്പെടാൻ പോകുന്നുവെന്ന്. അവൻ ക്രൂശിൽ തകർക്കപ്പെടുന്നതുകൊണ്ട് നിത്യ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതായ നമുക്കെല്ലാവർക്കും വിടുതൽ ലഭിക്കുമെന്ന് അവനറിയാം. യേശുവിനതറിയാവുന്നത് കൊണ്ടാണ് സന്തോഷത്തോടുകൂടി ക്രൂശിനെയും ക്രൂശിൻ്റെ മരണത്തെയും അവൻ സ്വീകരിച്ചത്. ബൈബിളിൽ പറയുന്ന യാക്കോബിൻ്റെ ലേഖനം 5 അധ്യായം 12, 13, 14 വാക്യങ്ങളിൽ നിങ്ങളിൽ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? കഷ്ടതയിൽ കൂടി പോകുന്നവർ, ഞെരുക്കത്തിൽ കൂടി പോകുന്നവർ, വിഷമതകളിൽ കൂടി പോകുന്നവർ, ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിൽ കൂടി പോകുന്നവർ ആരെങ്കിലുമുണ്ടോ? എന്തു ചെയ്യണം ഇതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായി? ബൈബിളിൽ പറയുന്നു, അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കൂ. നിങ്ങളിൽ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. 2, നിങ്ങളിൽ ആരെങ്കിലും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ പാട്ടുകൾ പാടട്ടെ. എന്തു ചെയ്യണം? സന്തോഷത്തോടെ ഇരിക്കുന്നവർ പാട്ടുകൾ പാടണം. പൗലോസിനും ശീലാസിനും എന്ത് സന്തോഷമാണ്! അവരെ വെറുത്ത്, അവരെ ദൂഷിച്ച്, നിന്ദിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയാണ്. എവിടെയാണ് അവർക്ക് സന്തോഷമുള്ളത്? ഇന്ന് പല ആളുകളും ഭാര്യ ഒരു കാരണവും കൂടാതെ നിന്ദിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ മനസ്സ് വിഷമിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കാതെ ഇഷ്ടമുള്ളതുപോലെ പറയുമ്പോൾ, ഇഷ്ടമുള്ളതുപോലെയൊക്കെ നിന്ദിച്ച് അപമാനിക്കുമ്പോൾ മനസ്സ് വേദനിച്ചുരുകുന്നതായ എത്രയോ സഹോദരിമാരുണ്ട്. മറ്റുള്ളവരുടെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് തകർന്നു പോകുന്ന എത്രയോ ആളുകളുണ്ട്. സ്വന്തക്കാരാകട്ടെ ബന്ധുക്കാരാകട്ടെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് ഒരു കാര്യം പറഞ്ഞാൽ പലർക്കും അത് താങ്ങുവാനായിട്ട് കഴിയില്ല. ഇവിടെ ഉപദ്രവിച്ചു. പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് അവർ മാരകമായി ഉപദ്രവിച്ചു. അവർ ദേവദാസന്മാരാണ്. ദേവദാസന്മാരെ പിടിച്ച് മാരകമായി ഉപദ്രവിച്ചപ്പോൾ അവർ എന്തു ചെയ്തെന്നറിയാമോ? അവർ ശിക്ഷിച്ചിട്ടും, അവർ വേദനിപ്പിച്ചിട്ടും, ഉപദ്രവിച്ചിട്ടും അവരെ ശപിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. മാത്രമല്ല, പാട്ടുകൾ പാടി മുറിവുകളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ സ്തുതിച്ചു. ഭക്തനായിരിക്കുന്ന ചാൾസ് സ്പർജനാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥന ചോദിക്കുന്നു, അതുപോലെ പാട്ടുകൾ, അതായത് സ്തുതി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. പ്രയർ ആസ്ക്, പ്രേസ് ടേക്സ്. പ്രാർത്ഥന ചോദിക്കുന്നു, സ്തുതി വാങ്ങിക്കുന്നു. നമ്മിൽ അനേകരും പ്രാർത്ഥിക്കുമെന്നാൽ കർത്താവിനെ സ്തുതിക്കുകയില്ല. ദൈവത്തോട് നന്ദിയുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അവനെ സ്തുതിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എപ്പോഴാണ് നന്ദി നിറഞ്ഞ
ഹൃദയമുണ്ടാകുന്നത് നീ ചോദിക്കുന്നത് ലഭിക്കുമെന്നുള്ള വിശ്വാസമുണ്ടായിരിക്കുമ്പോഴാണ്. പൗലോസും ശീലാസും തടവറയിൽ ആ മുറിവുകളുടെ മധ്യയിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, പാടുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളതിൽ സന്തോഷിക്കുക, നിങ്ങൾ ആനന്ദിക്കുക. നിങ്ങൾ ചെയ്ത അനാവശ്യമായ പ്രവൃത്തി കാരണം ആരെങ്കിലും നിങ്ങളെ പഴിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താൽ ആ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. എൻ്റെ നിമിത്തം, യേശു കർത്താവിൻ്റെ നിമിത്തം, യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട്, സത്യസന്ധതയോടെ ജീവിക്കുന്നത് കൊണ്ട്, പാപത്തോട് നീ നോ എന്ന് പറയുന്നത് കാരണമായിട്ട് ആരെങ്കിലും നിന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്താൽ ദൈവം പറയുന്നു, സന്തോഷിക്കുക, ആനന്ദിക്കുക. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വിതയ്ക്കപ്പെട്ട ഈ വചനം ഫലം കായ്ക്കണം. ഞങ്ങൾ വചനമനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അതല്ലാതെ കഷ്ടതയുടെ മധ്യയിൽ, പ്രതിസന്ധിയുടെ മധ്യയിൽ തളരാതെ പ്രാർത്ഥനയോടെ സ്തുതിയോടെ അതിനെ ജയിക്കണം. ചുറ്റുപാടുമുള്ള ആളുകളെ സ്വാധീനിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾ നയിക്കാനിടയാകണം. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ ദിവസം എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങൾ ചെയ്യുന്നതായ ജോലികളിൽ നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും നിന്റെ കാവലുണ്ടായിരിക്കണമേ. എല്ലായ്പ്പോഴും നിന്നെ സേവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.